കുഞ്ചാക്കോ ബോബൻ എൻ്റെ ശത്രുപാളയത്തിലെ ഒരു നടനായിരുന്നു. പണ്ടൊക്കെ ഈ മുടി ഞാൻ വളരെ കോൺഷ്യസ് ആയിരുന്നു. ഇപ്പം കിഴക്കുന്നാണ് കാറ്റെങ്കിൽ ഞാൻ നേരെ പടിഞ്ഞോട്ട് തിരിഞ്ഞിരിക്കും. എൻ്റെ സീനിയറാണ്, ഞാൻ വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണാണ്. എൻ്റെ സീനിയറാണ്, നമ്മൾ മൂത്തവരെ ബഹുമാനിക്കണല്ലോ. അങ്ങനെ ഒരു ഹിറ്റ് മേക്കർ എന്നുള്ള രീതിയിലല്ല ലാലു സിനിമകളെ കാണുന്നത്. അതാണ് എന്നെ ലാലുവിലേക്ക് ആകർഷിച്ചിട്ടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവേ കുഞ്ചാക്കോ ബോബൻ സിനിമ എന്ന് പറഞ്ഞ് പണ്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്, തലയിൽ കർച്ചീഫൊക്കെ കെട്ടി ഒരു ഡാൻസ് അതിൽ ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് സിനിമയിലായിട്ട് അത് കാണാനില്ല. 97 അനിയത്തിപ്രാവ് വരുന്നു, പിന്നെ ഒരു 2000 2005 ആകുമ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്ത് എല്ലാ പെൺപിള്ളേരുടെയും പുസ്തകത്തിൻ്റെ പുറംചട്ട നോക്കിയാൽ കുഞ്ചാക്കോ ബോബൻ്റെ ഫോട്ടോയാണ്. പെൺപിള്ളേരുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചോക്ലേറ്റ് കുമാരൻ പോയതിലൊരു വിഷമമുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ആ ഒരു ചോക്ലേറ്റ് ഇമേജ് കളയാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. അതിൽ വിജയിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യമുണ്ട് ഞാൻ കരുതുന്നു. ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ കുറച്ചും കൂടി ഒരു മൈലേജ്, കുറച്ചും കൂടി ഒരു ലോങ്ങിവിറ്റി കിട്ടാനായിട്ട് അത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് പെൺകുട്ടികളായിരുന്നു ആരാധകന്മാർ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അത് നേരെ തിരിഞ്ഞു. പുള്ളിപ്പുലികൾ റിലീസ് ചെയ്ത അന്ന് ഞാൻ ലാലുവിനോട് പറഞ്ഞു, എൻ്റെ വളരെ അടുത്തുള്ള സോക്കോൾഡ് ഫാൻസ് എന്നതിനേക്കാൾ ഉപരി എൻ്റെ വിജയം അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ കാംക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ജെനുവിനായിട്ട് സ്നേഹിക്കുന്നവർ. അപ്പോൾ അതിലൊരു പയ്യൻ എന്ന് പറയുന്നത് പുള്ളിപ്പുലികൾ റിലീസ് ചെയ്യുന്ന അന്ന് സിനിമ കാണാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം പുള്ളി ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ള എൻ്റെ സിനിമകളെല്ലാം പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി കാണാൻ പോകുന്നില്ല. ഞാനിരിക്കെ പുള്ളി ലാലുവിനെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ ലാലു ചോദിച്ചു, കുഞ്ചാക്കോ ബോബന് ഫാൻസൊക്കെ ഉണ്ടോ? അപ്പോൾ പുള്ളി ഒരു കൺഫ്യൂഷനായി പോയി. ലാലു അങ്ങനെ ചോദിച്ചു. ഞാൻ കുഞ്ചാക്കോ ബോബൻ ഫാനാണെന്ന് പറഞ്ഞു. ഞാനോ ഒരു ഫാൻസൊക്കെ ഉണ്ടോ? അത് കേട്ട് പുള്ളി പറഞ്ഞു, ലാൽ സാർ കേരളത്തിലല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പുള്ളിക്കൊരു സംശയം പെട്ടെന്നുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അങ്ങനത്തെ നിഷ്കളങ്കരായ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു സമ്പാദ്യമായിട്ട് ഈ പറയുന്ന പോലെ റൊമാൻറ്റിക് ഇമേജ് മാറിയതുകൊണ്ട് ആ ഒരു എന്നെ സ്നേഹിക്കുന്നവരുടെ ഒരു വലയം കൂടിയതായിട്ട് എനിക്ക് തോന്നി. ഇന്നലെ വന്നവർക്ക് വരെ ഫാൻസ് അസോസിയേഷൻ, എന്തുകൊണ്ട് 15 വർഷമായിട്ടും അത്തരത്തിലൊരു ഫാൻസ് അസോസിയേഷൻ വേണ്ട എന്നുള്ളൊരു തീരുമാനം? ഫാൻസ് അസോസിയേഷൻ എന്നത് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ അസോസിയേഷനുകളുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ജെനുവിനായിട്ടുള്ള ആൾക്കാർ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ. കാശ് കൊടുക്കും? തീർച്ചയായിട്ടും കൊടുക്കാറുണ്ട്. കാരണം ഒരിക്കലും ഞാൻ കാരണം അവർ ബുദ്ധിമുട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല. തുടക്കത്തിൽ അവരുടെ സ്നേഹം കാരണം ഇങ്ങോട്ട് വന്നു. പിന്നെ അവരുടെ സ്നേഹം നിലനിർത്തുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. 16 സിനിമകൾ കമലിൻ്റെ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്തു. പ്രാദേശിക വാർത്തകൾ മുതൽ കൃഷ്ണകുടിയിലെ പ്രണയകാലം വരെ. അവിടെ നിന്ന് മറവത്തൂർ കനവിലേക്ക് ഓരോ വർഷം ഓരോ സിനിമ എന്ന തരത്തിലായിരുന്നു ലാൽ ജോസിൻ്റെ. മാത്രമല്ല സംവിധായകൻ എന്ന നിലയിൽ മാറി പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലേക്കും കിടക്കുന്നു. സിനിമയുടെ എല്ലാ മേഖലയിലേക്കും വ്യാപിക്കുകയാണ്. മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ചേകവൻ എന്ന് പറഞ്ഞൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു. മീശമാധവൻ കഴിഞ്ഞാൽ അത് അന്ന് ഒരു 80 ലക്ഷം രൂപ ബജറ്റിൽ, അപ്പോൾ ഒരു 60 ലക്ഷം രൂപ ബിസിനസ് ഉണ്ട്. ഒരു 15-20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ എനിക്ക് ആ സിനിമ ചെയ്യാം. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായി, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായി. അങ്ങനെ അതിൻ്റെ ലൊക്കേഷനുകളെല്ലാം ശുചീന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരുന്നു. ശുചീന്ദ്രം ക്ഷേത്ര പരിസരത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. ലൊക്കേഷനൊക്കെ കണ്ടു, പാട്ടുകളുടെ കമ്പോസിങ് കഴിഞ്ഞു. 2 പുതിയ താരങ്ങളായിരുന്നു, നടന്മാരായിരുന്നു അതിലെ താരം. അതിൻ്റെ പൂജയ്ക്ക് ഞാൻ വിദ്യാസാഗറിൻ്റെ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ വിദ്യാസാഗറിൻ്റെ അവിടെ പൂജയ്ക്ക് സാധാരണ വരാറുള്ള സാമീനൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ ആൾ വന്നില്ലേ, എന്താ ആൾ വരാത്ത പൂജ? അപ്പോൾ വിദ്യ പറഞ്ഞു, സോറി ലാലു വിഷമിക്കരുത്, പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും വിളിച്ച് പറഞ്ഞാൽ അവർ ബാക്ക് ഔട്ട് ചെയ്തു, സിനിമ നടക്കില്ല. അപ്പോൾ അന്ന് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ വിജയിച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഇല്ലാത്തത്. എൻ്റെ മീശമാധവൻ്റെ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ പൂജയിൽ പങ്കെടുക്കാൻ അവിടെയുണ്ട്. ആരും എന്നോട് പറഞ്ഞില്ല 20 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന സിനിമ ഞങ്ങൾ ചെയ്തേക്കാം എന്ന് പറഞ്ഞില്ല. അത് ഒരു വല്ലാത്ത വിഷമമായിട്ട് ഉള്ളിലുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എത്ര വലിയ ഹിറ്റ് കൊടുത്താലും നിങ്ങൾ ആ ടൈപ്പ് സിനിമ ചെയ്യാൻ നിങ്ങളുടെ ഒപ്പം ആളുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സിനിമ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അതിനുള്ള മാർഗ്ഗം ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളത് അന്ന് മനസ്സിലായി. അന്ന് എനിക്ക് പക്ഷേ അതിനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു മദർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ടായി. അതിൻ്റെ കഥ ഞാൻ എൻ്റെ അടുത്ത് വന്ന ആ കാലത്ത് വന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സിനോടും ആദ്യം ആ കഥയെ പറയാം. അപ്പോൾ കഥ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ആരാണ് നായകൻ, ആരാണ് വില്ലനും നായകനും ഒരാളായിട്ടുള്ളൊരു കഥയായിരുന്നത്. അപ്പോൾ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഫാസിലിൻ്റെ മകനാണ് അയാൾ. അപ്പോൾ സിനിമയിൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പോയതാണ്, പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഫഹദാണ് നായകൻ.
അപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും അപ്രത്യക്ഷരാകും. അങ്ങനെ ആ സിനിമയോട് സാമ്യമുള്ള മറ്റൊരു സിനിമയിൽ ഫഹദ് പിന്നീട് അഭിനയിച്ചു, ചാപ്പാകുരിശ് എന്ന് പറഞ്ഞ സിനിമ. ഞാനൊരു MMS ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സിനിമയായിരുന്നു അന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ കഥയും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ടായൊരു നിരാശ ഉണ്ടായത്, നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച ഒരു കഥ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് LJ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത്. LJ എന്നുള്ള ഇത് ഉണ്ടെങ്കിലും അതിൻ്റെ ഓണർ ഞാൻ മാത്രമല്ല, 8 ആളുകളുണ്ട്, 8 എൻ്റെ സുഹൃത്തുക്കളുണ്ട്. കലാമൂല്യമുള്ള സിനിമ ചെയ്യുമ്പോൾ തന്നെ പ്രൊഡ്യൂസറെ സന്തോഷിപ്പിക്കുന്ന സിനിമ കൂടി ചെയ്യണം. എത്രത്തോളം വെല്ലുവിളിയാണത്? അതാണ് ശരിക്കുള്ള വെല്ലുവിളി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു ജോണറിൽ സിനിമ ചെയ്യാൻ ഇതിൻ്റെ ഇവിടുത്തെ തിയേറ്ററും ഇവിടുത്തെ പ്രേക്ഷകരും പ്രശ്നമല്ലാന്ന് വിചാരിച്ചിട്ടൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഫേസ്ബുക്കിലും നെറ്റിലും ചാനലിൻ്റെ സുരക്ഷിതമായ AC മുറിയിലും ഇരുന്നിട്ട് നിരൂപണം ചെയ്യുന്ന പഹയന്മാർ അവർ കണ്ടിട്ടുള്ള സിനിമകളിൽ നിന്ന് അവരാർജിച്ചിട്ടുള്ള അറിവുകൾ ഇങ്ങനെ വിളമ്പിയിട്ട് നമ്മളെ വിമർശിക്കും. അപ്പോൾ ഇവർ പറയുന്ന എല്ലാ സിനിമകളും നമ്മളും കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു സിനിമ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യണം. നമ്മൾ ഇവിടുത്തെ പ്രേക്ഷകരെയും കൂടി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ കൂടി പ്രൊഡക്ഷനിൽ പങ്കാളിയായിട്ട്, LJ ഫിലിംസും കൂടി പ്രൊഡക്ഷനിൽ പങ്കാളിയായിട്ടുള്ള സിനിമയാണ്. ആ സിനിമ നേടിയ അത് നല്ല സിനിമയാണെന്ന് പറഞ്ഞ ഒരു ഭൂരിപക്ഷം ആൾക്കാരുണ്ട്. പക്ഷേ ആ സിനിമയുടെ കളക്ഷൻ എന്താണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഓപ്പോസിഷൻ വന്നത് ഇദ്ദേഹത്തിൻ്റെ മല്ലു സിംഗ് ആയിരുന്നു. മല്ലു സിംഗിൻ്റെ കളക്ഷൻ എന്താണെന്നുള്ളത് ഇതിൻ്റെ ഇരട്ടിയിലധികമാണ് മല്ലു സിംഗിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, ഇവിടെയുള്ള പ്രേക്ഷകരെ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ടേസ്റ്റും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. കുഞ്ചാക്കോ ബോബനൊരു ചാനൽ റേറ്റ് 3 കോടി അല്ലെങ്കിൽ ഒരു 4 കോടി എന്ന് വിചാരിക്കുക. അതിന് താഴെ സിനിമ എടുക്കുന്നു. കുഞ്ചാക്കോവിന് മാക്സിമം പോയി എനിക്ക് തോന്നുന്നു ഒരു 50 ലക്ഷം അതിന് മുകളിലോ. ബാക്കിയുള്ള ആൾക്കാർ ഈ പറയുന്ന 3-നകത്ത് വെച്ച് ഒപ്പിക്കുന്നു ആർട്ടിസ്റ്റുകളെ. പ്രൊഡ്യൂസർ സിനിമ തിയേറ്ററിൽ അല്ലെങ്കിൽ ഷൂട്ട് കഴിയുമ്പോൾ തന്നെ പ്രൊഡ്യൂസറുടെ പോക്കറ്റിൽ കാശായി. അത് സിനിമയ്ക്ക് ഗുണം ചെയ്യുന്നതാണോ? അല്ല, അവിടെ സിനിമ മരിക്കുകയാണ്. അത് സിനിമയല്ല, അത് കച്ചവടം മാത്രമാണ്. സിനിമ എന്ന് പറയുന്നത് കച്ചവടവും കലയും കൂടെയാണ്. ലാലുവിനോടുള്ള എൻ്റെ ഏറ്റവും സ്നേഹത്തിൻ്റെ ഒരു കാര്യം അതാണ്. കാരണം അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ ഫാക്ടർ എന്നതിനേക്കാൾ ഉപരി അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. അതിൻ്റെ പിന്നെ കമേഴ്ഷ്യൽ ഫാക്ടർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. മറവത്തൂർ കനവിൽ നിന്ന് പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയിലും എത്തി നിൽക്കുമ്പോൾ സ്വന്തം സിനിമ ഏറെ ഇഷ്ടപ്പെടുന്ന സ്വന്തം സിനിമ ഏതാണ്? പരാജയപ്പെട്ട സിനിമകളോട് കുറച്ച് കൂടുതൽ ഇഷ്ടമുണ്ടാവും. വൈകല്യമുള്ള മക്കളോട് മാതാപിതാക്കൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളതുപോലെ. ചാക്കോച്ചൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? എൽസിമ. ചാക്കോച്ചന് ലാൽ ജോസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? ക്ലാസ്മേറ്റ്സ്. കഴിഞ്ഞ വർഷമാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസായ വർഷം. മലയാളത്തിൽ സിനിമകളുടെ എണ്ണം കൂടുന്നത് ഈ സിനിമ ഇൻഡസ്ട്രിക്ക് ഗുണം ചെയ്യുകയാണോ ഉണ്ടാവുക, അല്ല ദോഷം ചെയ്യുകയാണോ ചെയ്യുക? എല്ലാ മാറ്റങ്ങളുടെയും യഥാർത്ഥ റിസൾട്ട് ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുക. ഒരുപാട് സിനിമകൾ ഉണ്ടാവട്ടെ എന്ന്. അതിൽ അതിജീവിക്കുക എന്ന് പറയുന്നത്, വിജയിക്കുക എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് സംഭവിക്കും. അന്ന് 16ഓളം സിനിമകൾ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്ത് ഒരു സിനിമ ചെയ്യുന്നുള്ള ആഗ്രഹം ഒരുപാട് കാലത്തെ പ്രയത്നത്തിന് ശേഷമാണ് യാഥാർത്ഥ്യമാകുന്നത്. പക്ഷേ ഇന്ന് ആശയമുണ്ടെങ്കിൽ സിനിമ ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഗുണം ചെയ്യുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഞാൻ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാൻ തുടങ്ങി 3ാമത്തെ വർഷം ആണ് എനിക്ക് ആദ്യത്തെ സിനിമയ്ക്കുള്ള ഓഫർ വരുന്നത്, സിനിമ ചെയ്യാനുള്ള ഓഫർ വരുന്നത്. ഞാനത് വളരെ ക്ലിയറായിട്ട് വേണ്ടെന്ന് വന്നു. കാരണം അന്ന് ഒരാൾക്ക് ഒരു ഓഫർ കിട്ടുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ പെട്ടുപോകുന്നു. ഈ ഒരു സിനിമ കൊണ്ട് ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റിയേക്കും, പക്ഷേ പിന്നീട് സിനിമകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആർജിക്കേണ്ട കുറേ അറിവുകളുണ്ട്. അത് നിങ്ങളുടെ ആശയം മാത്രമല്ല സിനിമ. ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് അത് മാർക്കറ്റ് ചെയ്ത് തിയേറ്ററിൽ അത് ആളുകൾ കാണാൻ വരുമെന്ന് ഉറപ്പാക്കുന്നത് വരെയുള്ള ജോലികളുടെ ഉത്തരവാദിത്വം സംവിധായകനുണ്ട്. അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം കിട്ടുന്ന കാര്യമാണ്. ഇപ്പോൾ ട്യൂൺ ശബ്ദത്തിൽ തിയേറ്ററിൽ വരുന്ന സിനിമകൾ, അത്തരം സിനിമകളിൽ എന്തുകൊണ്ട് ചാക്കോച്ചനെ കാണുന്നില്ല? ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു തുടക്കം കുറച്ച് സിനിമകളിലൊന്നാണ് ട്രാഫിക്. അതിൽ അഭിനയിച്ച ആളാണ് ഞാൻ. അതിൽ ഈ പറഞ്ഞ പോലെ ട്യൂൺ അല്ലെങ്കിൽ ബീപ്പ് സൗണ്ടുകൾ ഇല്ലാന്ന് തന്നെ പറയാം.
എനിക്കറിയില്ല, എനിക്ക് ചിലപ്പോൾ മാറി വന്ന ഈ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്നും വളർന്നു വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം അങ്ങനത്തെ സിനിമകൾ കൂടുതലും ചെയ്യുന്നതും അഭിനയിക്കുന്നതും ഈ പറയുന്ന ബീപ്പ് സൗണ്ടുകൾ കൂടുതലായിട്ട് വരാനായിട്ടുള്ള കാരണം. സ്വകാര്യത പുറത്ത് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സിനിമ എന്ന മാധ്യമത്തിൻ്റെ ആവശ്യമില്ല എന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്, ഞാനതിൽ വിശ്വസിക്കുന്നില്ല. സിനിമ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടാത്ത സ്വകാര്യത നമ്മൾ മനഃപൂർവ്വം കാണിച്ച് അതിനൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ആളെ കയറ്റേണ്ട ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ വെസ്റ്റേൺ കൾച്ചർ അല്ലെങ്കിൽ വെസ്റ്റേൺ സിനിമകൾ, ക്ലാസിക് സിനിമകൾ കാണുന്നു, അത് അതേപോലെ പകർത്തി വയ്ക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. വെസ്റ്റേൺ ക്ലാസിക്സിലൊന്നും ഈ പരിപാടികളില്ല. വെസ്റ്റേൺ ക്ലാസിക്സ് വിദേശത്ത് വരുന്ന നല്ല സിനിമകളിൽ എവിടെയാണ് ഇത്തരം കാര്യങ്ങൾ? അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് തമിഴിൽ നിന്ന് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് താല്പര്യമില്ലായിരുന്നു.